ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയബിൾ കപ്പാസിറ്റേഴ്സ് ആണ്. വേരിയബിൾ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എയർ ഗ്യാൻ കപ്പാസിറ്റർ ആണ്. നമ്മൾ റേഡിയോയിലൊക്കെ സ്റ്റേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോബ് ഇങ്ങനെ പിടിച്ച് തിരിക്കും. അപ്പം ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എയർ ഗ്യാൻ കപ്പാസിറ്റർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എയർ ഗ്യാൻ കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എയർ ഗ്യാൻ കപ്പാസിറ്റർ. അപ്പോൾ ഇതിലൊരു ഫിക്സഡ് പ്ലേറ്റും ഉണ്ട്, ഒരു വാരിയബിൾ പ്ലേറ്റും ഉണ്ട്. ഈ ഷാഫ്റ്റ് നമ്മൾ പിടിച്ച് തിരിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള ഏരിയ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് കപ്പാസിറ്റൻസ്. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 PF മുതൽ 600 PF വരെയാണ്. ഇതാണ് ഒരു എയർ ഗ്യാൻ കപ്പാസിറ്ററിന്റെ സിമ്പിൾ. അടുത്ത വാരിയബിൾ കപ്പാസിറ്റർ നമ്മൾ പഠിക്കുന്നതാണ് ട്രിമ്മർ കപ്പാസിറ്റർ. ട്രിമ്മർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവില്ലേ, അവിടെയാണ് നമ്മൾ ട്രിമ്മർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ സെറ്റ് ചെയ്യേണ്ട ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ട്രിമ്മർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഒരു ട്രിമ്മർ കപ്പാസിറ്റർ. ഇത് കപ്പാസിറ്ററിന്റെ സിമ്പിളാണ്. അപ്പം ഒരു സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ട്രിമ്മറിന്റെ കപ്പാസിറ്റൻസ് നമുക്ക് 3 PF മുതൽ 30 PF വരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തതാണ് പാഡ്. പാഡും ഒരു അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റർ ആണ്. ട്രിമ്മറും പാഡും കൺസ്ട്രക്ഷൻ വൈസ് ഒക്കെ സെയിം തന്നെയാണ്. ഉള്ള വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാഡറിന് നമ്പർ ഓഫ് പ്ലേറ്റ്സ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ സൈസും കൂടുതലായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ 10 PF മുതൽ 500 PF വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു പാഡ് കപ്പാസിറ്ററിന്റെ സിമ്പിൾ. അടുത്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് നമ്മൾ സി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കപ്പാസിറ്ററിന്റെ ഈ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിനെ നമുക്ക് ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിൽ അക്രോസ് 1 വോൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ചാർജിന്റെ എമൗണ്ടിനെയും കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ സി ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സി പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻ ഫാരഡ്, ക്യൂ പറഞ്ഞാൽ ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളമാണ്. വി പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. യൂണിറ്റ് വോൾട്ട് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കപ്പാസിറ്റൻസ് നമ്മൾ ഫാരഡിലാണ് മെഷർ ചെയ്യുന്നത്. നമുക്ക് ഫാരഡിന്റെ ഡെഫിനിഷൻ നോക്കാം. കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന് അക്രോസ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കൂളം ചാർജിന് നമ്മൾ പറയുന്ന പേരാണ് 1 ഫാരഡ്. 1 farad is defined as the capacitance of a capacitor which requires a charge of 1 coulomb to establish a potential difference of 1 volt with its plates. ഫാരഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രാക്ടിക്കൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂസ് ഒക്കെ എപ്പോഴും മൈക്രോ ഫാരഡ്, പീക്കോ ഫാരഡ്, നാനോ ഫാരഡിലൊക്കെയാണ് നമ്മൾ പറയാം. ഈ ഒരു ടേബിള് പഠിച്ചു വെക്കണം. 1 microfarad equal to 10 raised to minus 6 farad. 1 picofarad equal to 10 raised to minus 12 farad. 1 nanofarad equal to 10 raised to minus 9 farad. അടുത്ത നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ 2 μF കപ്പാസിറ്റർ കണക്റ്റഡ് അക്രോസ് 50 വോൾട്ട് സപ്ലൈ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക, എന്നിട്ട് അത് ആദ്യം എഴുതി വയ്ക്കുക.
അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 2 മൈക്രോഫാരഡ്. അപ്പോൾ സി ഈക്വൽ ടു 2 mu എന്ന് എഴുതി വയ്ക്കുക. പിന്നെ എത്ര തന്നെ 50 വോൾട്ട് എന്ന് തന്നിട്ടുണ്ടല്ലേ, അപ്പം വി തന്നിട്ടുണ്ട്, വി ഈക്വൽ ടു 50 വോൾട്ട്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് സി ഈക്വൽ ടു 2 മൈക്രോഫാരഡ് ആണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാം, 2 × 10⁻⁻6 എന്ന് ചെയ്താൽ മതി. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ് സി ഈക്വൽ ടു Q/V എന്നല്ലേ. അപ്പം നമ്മൾക്ക് സിയും അറിയാം വിയും അറിയാം, ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഡിവൈഡഡ് ബൈ വി എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു വി ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടും ക്യൂ ഈക്വൽ ടു സി ഇൻറ്റു വി. ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സി എത്രയാണ്, സി ഈക്വൽ ടു 2 × 10⁻⁻6 ഇത് ചെയ്തു. പിന്നെ വി എന്താണ് 50, അപ്പം ഇൻറ്റു 50 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ 100 × 10⁻⁻6 കൂളം എന്ന് കിട്ടും. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഇനി പറയുന്ന കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, അതായത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഏരിയനെ അനുസരിച്ചിട്ട്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അതായത് രണ്ട് പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അടുത്തത് ഡയലക്ട്രിക് മെറ്റീരിയൽ യൂസ്ഡ്, ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മെറ്റീരിയൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഈ ഒരു 3 കാര്യങ്ങളെ വെച്ചിട്ട് ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാരി ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ഇക്വേഷനിൽ എഴുതാം. സി ഈക്വൽ ടു എപ്സിലോൺ A/D. ഇതിൽ സി പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ദ ഡയലക്ട്രിക്, അതായത് ഡയലക്ട്രിക്കിന്റെ സ്ട്രെങ്ത്തിനെയാണ് പറയുന്നത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിന്റെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. ഡി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ഏരിയ എടുത്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസിന് അതെങ്ങനെ ഡയറക്റ്റ്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ. അതായത് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കൂടും, പ്ലേറ്റിന്റെ ഏരിയ കുറയുന്നതിനനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് കുറയും. അതുപോലെ പെർമിറ്റിവിറ്റി, അതും കപ്പാസിറ്റൻസിനെ ഡയറക്റ്റ്ലി ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്റ്റൻസ് ആണ്. പ്ലേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, കപ്പാസിറ്റൻസിനെ ഇൻവേഴ്സ്ലി ആണ് അഫക്ട് ചെയ്യുന്നത്. അതായത് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും, പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും.